സമയത്ത്? അല്ല, ഡോക്ടറല്ലേ പറഞ്ഞത് പാറുക്കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. നല്ല ഉറക്കോ? ഡോക്ടർ, ഞാൻ ടെസ്റ്റുകളൊക്കെ എടുത്തത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ എന്തെങ്കിലും ദേഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ forget it. Good night. Good night. അയ്യോ, അച്ഛനായിരുന്നോ? ഈശോ വിഷയ സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എഴുന്നേറ്റു. അപ്പൊ തന്നെ വീണ്ടും കിടന്നു. അറിയുന്നുണ്ട് ഞാൻ. ക്ലബിൽ പോക്കും രാത്രി താമസിച്ചുള്ള വരവൊക്കെ. അത് പിന്നെ നിനക്കിട്ടാ ഒന്ന് തരേണ്ടത്. നിന്നെ എന്ത് പറഞ്ഞാ ഞാനവിടെ നിർത്തിയത്? ഇതെന്താ ഇത്? എന്താ വീട് ചെവിക്കൂടാണോ വലിക്കുന്നത്? ഇതെങ്ങനെ പടവുന്നു? അവന്റെ ഒരു ഉറക്കം. വീട് വെച്ച് കാര്യം പറയുന്നത് അച്ഛാ. അച്ഛാ, എന്റെ പൊന്നച്ഛനല്ലേ? ചായ കൊണ്ടുവിടും. അച്ഛനായിരുന്നോ? എന്താ ഇത്ര രാവിലെ? ചായ കൊണ്ടുവരട്ടെ? കൊണ്ടുവാ. മധുരം വേണ്ട. നീ പറഞ്ഞ ടെസ്റ്റ് ഒക്കെ എടുത്തു. ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് അവര് പറയുന്നത്. നീ നോക്കി ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ? ഓക്കെ, ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. പൊന്നു മോനെ, ഈ ഗുളികയിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഇങ്ങോട്ട് നോക്ക്. അച്ഛൻ ചുരുട്ട് വലി നിർത്താം, വെജിറ്റേറിയനാകാം, വേണമെങ്കിൽ വൈനടി നിർത്തിയേക്കാം. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ചോ. ഒരു സിമ്പിൾ ഓപ്പറേഷനാ. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ലംബാർ സിംപതക്ടമി എന്ന് പറയും. കാലിലേക്കുള്ള രക്തഓട്ടം കൂട്ടാനുള്ള ഒരു ഓപ്പറേഷനാ. നടത്തിയേ പറ്റൂ. നടത്തിയേ പറ്റൂ. കർത്താവിന്റെ ഇഷ്ടം അതാണെങ്കിൽ എപ്പോഴും ഇപ്പോഴും നിറവേറട്ടെ. ചായ. നിന്റെ അസിസ്റ്റന്റ് ഇല്ലേ ആനി? ആനിയോ? ഏതാണി? എലിസബത്ത് രാജ്ഞിയില്ലേ, അങ്ങയുടെ മോള്. പോടോ. അവള് ഇന്നലെ പള്ളിയിൽ വന്നിരുന്നു. എന്തിനെ? പാറുക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അച്ഛാ, ഞാനിപ്പോ വരാം. ഒന്ന് കുളിക്കേണ്ട ആവശ്യം. പറ്റുമെങ്കിൽ അച്ഛനും കൂടെ പോരെ. നമുക്ക് ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം. അയ്യോ, അത് ഒഴിവാക്കാൻ ഒരു വഴിയില്ലടാ മോനെ. നിവർത്തിയില്ല അച്ചോ. ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ. അച്ചോ, അങ്ങനെയൊക്കെ പറയും. ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഭയങ്കര വേദനയാണ്. തനിക്ക് അറിയാം. തന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഊഹിക്കാലോ. മിനിസ്റ്ററുടെ ടിഷ്യൂവിന് മാച്ച് ആയിട്ട് ഒരു പേഷ്യന്റിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഡോക്ടർ മാർക്കോസ് ആണ്. ഫാദർ തയ്യലിന്റെ ഓപ്പറേഷൻ മൺഡേ OT5 പോസ്റ്റ് ചെയ്തേ. ഡോക്ടർ റോയും ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. I see. Try to avoid him after some time. ഓക്കെ ഡോക്ടർ. ഡോക്ടർ റോയ് വരുന്നുണ്ട്. ഹലോ. എന്താ ഡോക്ടർ? ഫാദർ തയ്യലിന്റെ പേഴ്സണൽ പേഷ്യന്റ് ആണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ കൂടെ നിൽക്കാന്ന് വിചാരിച്ചു. യു ആർ ഓൾവേസ് വെൽക്കം. ഞാനിവിടെ ഉണ്ട് അച്ഛൻ. അതല്ല നമ്മൾ നേരത്തെ പോകും. Waiting for Dr. Roy. You are required to report a casualty immediately. Emergency. Waiting for Dr. Roy, please. Excuse me, doctor. Dr. Roy, please report a casualty immediately. You are required to report a casualty. हेलो डॉक्टर. हेलो. ये है वो पैसा जो मिनिस्टर ने ऑपरेशन के लिए वादा किया था. ओके. बाय. Yes, next patient. പഴനിയപ്പ നാണ പഴനിയ.
പേഷ്യന്റ് അല്ല, സെക്സ് പേഷ്യന്റ് ആണ്. എന്താ ദേവകി ദേവി അല്ല ദേവകി റാണി വിശേഷിച്ച? ഡോക്ടർ, ഈ മുട്ടിന്റെ മുകളിൽ തൊലിപ്പുറത്ത് ചുവന്ന ഒരു തടിപ്പ്. അത് ദേവകി റാണിയുടെ തൊലിയല്ലേ, ചുവന്നും തടിച്ചും ഒക്കെ കിടക്കും. അതല്ല ഡോക്ടർ, ഒന്ന് നോക്കണം. നോക്കാനൊന്നുമില്ല, ഇത് വെറും ഡെർമറ്റൈറ്റിസ് ആണ്. ഞാനൊരു മരുന്ന് കുറിച്ച് തരാം, അത് ദിവസം 3 നേരം കഴിച്ചാൽ മതി, അല്ല പുരട്ടിയാ മതി കേട്ടോ. ഡോക്ടർ ഒന്ന് തൊട്ടുപോലും നോക്കാതെ. തൊടാനൊന്നുമില്ല, അസുഖം എനിക്ക് മനസ്സിലായി. അയ്യോ പൊടി. അയ്യോ ഡോക്ടർ, കണ്ണി പൊടി വേണോ? വേണ്ട വേണ്ട ഞാൻ വേണ്ട, നോക്കട്ടെ. നമ്പർ വേണ്ട, ഈ പഴയ നമ്പർ വേണ്ട. ഞാൻ എടുത്തുതരാം. കണ്ടു, അയ്യോ. സുബു, ദേവിക റാണിക്ക് തൊലിപ്പുറത്ത് ഡെർമറ്റൈറ്റിസ്. ഞാനിങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തു, കണ്ണിൽ പൊടി ഊതി താഴെ വീണു. ഐ ആം ടോട്ടലി ഇന്നസെന്റ് സുബു. എന്താ ഇത്? എന്ത്? ഇത് ഓ, ഇത് ലിപ്സ്റ്റിക് ഒന്നും അല്ല, ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സ്കിൻ അലർജി സൊല്യൂഷൻ. പെട്ടെന്നൊരു ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യാൻ വന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം കണ്ടു. എനിക്കറിയാം നിങ്ങൾ അവളെ കെട്ടും. എനിക്ക് സൗന്ദര്യമില്ലല്ലോ. കൂടുതൽ തടിയുള്ളത് കൊണ്ട് എനിക്ക് പ്രായം തോന്നുന്നു. ഈ വണ്ണ കൂടുതലല്ലേ നിന്റെ സൗന്ദര്യം? ആനയ്ക്ക് വണ്ണമില്ലേ, സൗന്ദര്യമില്ലേ? കരയാതെ സുബ്ബു. സുബ്ബു ആണ് ഈ വീഡിയോ അയ്യരാണ് സത്യം. ഞാൻ കെട്ടുന്നെങ്കിൽ സുബ്ബുവിനെ മാത്രമായിരിക്കും. എന്റെ അമ്മ ശീമാട്ടി അമ്മയുടെ അമ്മ രത്നമ്മ അമ്മൂമ്മയാണ് സത്യം. എന്നാ നമുക്ക് ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ വെച്ച് കാണാം. അതിനു വേണ്ടി ഞാൻ 2 തൈര് സാധം ഓർഡർ ചെയ്തിട്ടുണ്ട്. അയൽ വെയ്ത് ആ തൈര് സാധനത്തിൽ കുറച്ച് വിഷം കൂടി കലർത്തി വെക്കടി. അയ്യോ പാറുകുട്ടിക്ക് വേദനിക്കും. ഏയ്, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന അത്രേ ഉള്ളൂ. ഏതുറുമ്പ? കട്ടുറുമ്പല്ല, ചോന്നുറുമ്പല്ല, ഒരു പഞ്ചാര ഉറുമ്പ്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോ കരയാതിരുന്ന ആന്റി ഒരു സമ്മാനം തരാം. പാറുകുട്ടി, പാറുകുട്ടി, oh my God, പാറുകുട്ടി, നഴ്സ്, നഴ്സ്, പാറുകുട്ടി, ഡോക്ടർ, പാറുകുട്ടി, വേഗം ഓക്സിജൻ കൊടുക്കും. ഞാൻ ഡോക്ടറിനെ വിളിക്കാം. ഓക്കെ ഡോക്ടർ. എടാവേ, എനിക്കങ്ങനെ പറയത്തക്ക ക്ഷീണമൊന്നുമില്ല. ആ പള്ളിമേടെ പോയി 2 വൈനടിച്ചാ മാറാത്തത്. ഡോക്ടർ, ഡോക്ടർ, പാറുകുട്ടി ഗ്യാസ്പിംഗ് ആണ്. ഇറ്റ്സ് ആൻ എമർജൻസി. Bring her to the operation theatre immediately. യെസ് ഡോക്ടർ.
കറണ്ട് പോയപ്പോ ജനറേറ്റർ വർക്ക് ചെയ്യാത്തെന്താ? അത് പറയണോ? പറഞ്ഞ എന്റെ പണി പോകും സാർ. പറഞ്ഞില്ലേ എന്നെ കൊന്നുകളയും. പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലാണ് മിടുക്ക് കാണിക്കേണ്ടത്. അല്ലാതെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ വെളിച്ചെരുട്ടാക്കിയിട്ടില്ല. നിന്നെ പോലെ ഒരു ചെറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയും. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാവില്ല തന്നെ ഐ ഫിനിഷ് യു. കത്തി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ മാത്രമല്ല കുത്തി കീറിക്കളയും നിന്നെ. പുറത്ത് നേരെ ഇല്ലടാ. ഒരുപാട് പേഷ്യൻസ് പുറത്ത് കാത്തിരിപ്പുണ്ട് ആതൊരു ശുശ്രൂഷനെ കാണാൻ. യു അൺസ്ക്രൂപ്പിളസ് ബുച്ചർ. പാറക്കുട്ടി, പാറക്കുട്ടി, ഏയ് പേടിക്കണ്ട. ഡോക്ടറെങ്കിലും ഇവിടെ തന്നെയുണ്ട്. വേദനയുണ്ടോ? സാരമില്ല, ഡോക്ടറെങ്കില് ഉറങ്ങാൻ ഒരു മരുന്ന് തരാം. അത് കഴിക്കുമ്പോ എല്ലാം ശരിയാവും. ഉം? Okay. സത്യത്തിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞുവെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. പക്ഷേ ഇനിയും ഏറെ പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കറണ്ട് പോയപ്പോ ഇനി വിധി മറിച്ചാണോ എന്ന് ഞാൻ പേടിച്ചു. പക്ഷെ അവസരത്തിന് ഒത്തുയർന്ന ആനിയുടെ മനസാന്നിധ്യം, ആ വെളിച്ചമാണ് എനിക്ക് ധൈര്യം പകർന്നു. പാറക്കുട്ടിയെ നഷ്ടപ്പെട്ടാൽ കരയാനും തിരിച്ചു കിട്ടിയാൽ സന്തോഷിക്കാനും ഈ ലോകത്ത് ഞാൻ മാത്രം. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ കൂടെ ആരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു. താങ്ക് യു. പാറുകുട്ടിക്ക് ഡോക്ടറിലൂടെ കിട്ടിയ ഈ ഭാഗ്യം ഡോക്ടർക്കും തിരിച്ചു കിട്ടാതിരിക്കില്ല.